ഇരുചക്രവാഹനങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥിനികളെ ലക്ഷ്യമിട്ടെത്തുന്നവരുടെ ഉദ്ദേശമെന്ത്? സ്കൂൾ വിട്ട് മടങ്ങുന്ന നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരാണോ? തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങളുമായി ഈ റിപ്പോർട്ട് തുടരുന്നു. നെല്ലിമൂട് ജംഗ്ഷന് ചുറ്റുവട്ടത്ത് 4ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണുള്ളത്. വൈകുന്നേരമാകുന്നതോടെ ഇവിടെ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നെല്ലിമൂട് ജംഗ്ഷനിലെത്തും. LP സ്കൂൾ മുതൽ +2 തലം വരെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ ലക്ഷ്യമിട്ട് സ്ഥിരമായി വട്ടം ചുറ്റുന്ന കഴുകൻ കണ്ണുകളെ നാട്ടുകാർ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. മറ്റു ചിലർ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചു. ഇവിടെ പ്രധാനമായിട്ട് ഇവിടുത്തെ യാത്രാ ക്ലേശാണ്. വൈകുന്നേരമാകുമ്പോൾ കുറെ പിള്ളേർ 2 സ്കൂളുണ്ട്, B.Ed വരെയുള്ള 4500-ലേറെ പിള്ളേർ പഠിക്കുന്ന ലൂയിസ് സ്കൂളും 3500-ലേറെ പിള്ളേർ പഠിക്കുന്ന നെല്ലിമൂട് കോൺവെന്റ്, ഈ 2 സ്കൂളുകളുടെയും പിള്ളേർ ജംഗ്ഷനെ കേന്ദ്രീകരിച്ചാണ് ഇവിടെ എത്തുന്നത്. ഇത് കുറെ കാലമായി സമയത്തിന് ബസ് കിട്ടാതെ കുറെ ഇവിടെ വലയുന്നു. കുറെ പിള്ളേർ ഇതുപോലെ പല ഭാഗത്തിലുള്ള എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഈ കുറെ ബൈക്കിൽ ജാഥയായിട്ട് ഇവിടെ വന്ന് ഈ പിള്ളേരുടെ ഒന്ന് ഫോട്ടോ എടുക്കുക, അവരെ വിഷു ചെയ്യുക, ഇവിടെ ഒരു അട്ടഹാസം കാണിക്കുക, ബൈക്ക് റേസ് ചെയ്യുക, അടി ബഹളം സ്ഥിരമായിട്ട് പല പ്രാവശ്യം ഇവിടെ അടി നടക്കാറുണ്ട്. നടക്കുമ്പോൾ ഇവിടുത്തെ നെല്ലിമൂട് ന്യൂ സ്കൂളിൽ ചെന്ന് പറയുമ്പോഴേക്കും പല പ്രാവശ്യം പരാതിപ്പെട്ടപ്പോഴും അത് പിള്ളേരല്ലേ അടിച്ചോട്ടെന്നാണ് അവരുടെ ഒരു പക്ഷം. +2 തലത്തിന് താഴെയുള്ള ക്ലാസ്സുകളിൽ ഏതാണ്ട് 8ാം സ്റ്റാൻഡേർഡിന് മുകളിലുള്ള വിദ്യാർത്ഥിനികൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അധ്യാപകരുടെയും സ്കൂൾ അധികൃതരുടെയും അതിലേറെ പ്രാധാന്യത്തോടുകൂടി രക്ഷകർത്താക്കളുടെയും ചുമതലകളിൽ വരുന്ന ശ്രദ്ധക്കുറവ് കൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. വിദ്യാർത്ഥിനികളുടെ തിരക്കാവുന്നതോടെ മൊബൈൽ ഫോണുകളുമായി ഇവർ റോഡ് വക്കിലും ബൈക്കുകളിലും ചില കടകളുടെ വരാന്തകളിലും നിലയുറപ്പിക്കും. ചില പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇവരിൽ ചിലർ മൊബൈൽ ഫോണിൽ പകർത്തുന്നത് കണ്ടാണ് നാട്ടുകാർ അപകടം തിരിച്ചറിഞ്ഞത്. അടുത്തിടെ +2 വിദ്യാർത്ഥിനികളായ 2 പേർ ഒളിച്ചോടി വിവാഹം കഴിക്കുകയൂടി ചെയ്തതോടെ നാട്ടുകാർ പ്രതിഷേധത്തിനൊരുങ്ങി. ബസ്സുകളിലും ബസ് സ്റ്റോപ്പിലുമെല്ലാം പെൺകുട്ടികളുടെ പിന്നാലെ ഇവരുടെ കണ്ണുകളുണ്ടാകും. കണ്ണു തെറ്റിയാൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥ. ദിവസവും ചേരിതിരിഞ്ഞുള്ള അടിപിടിയും ഇവിടെ അരങ്ങേറാറുണ്ട്. ഒരു ബസ്സിൽ ഞെരുക്കമുള്ള ബസ്സിൽ കയറിയിട്ട് കുറച്ചു ദൂരം പോയിട്ട് പിന്നെ അവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ തന്നെ അവർ വരും. അതുപോലെ തന്നെ സ്കൂൾ വിടുന്ന സമയത്ത് ബൈക്കുള്ള പയ്യന്മാരൊക്കെ വന്നിടന്ന് ഭയങ്കര കറക്കമാണ്. നിമിഷ നേരം കൊണ്ട് ബൈക്കുകളുടെ എണ്ണം കൂടി. പരിചയമില്ലാത്ത മുഖങ്ങൾ അവിടെ അവിടെയായി ചുറ്റിക്കറങ്ങാനും തമ്പടിക്കാനും തുടങ്ങി. അതോടെ നാട്ടുകാർ രംഗത്തിറങ്ങി. അപകടം മണത്ത് ബൈക്കുകൾ ഓരോന്നായി സ്ഥലം വിടാൻ തുടങ്ങി. ബാക്കിയുള്ളവരെ നാട്ടുകാർ തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ചിലർ സഹോദരിയെ വിളിക്കാൻ വന്നതെങ്കിൽ മറ്റു ചിലർ ആത്മസുഹൃത്തുക്കളെ കാണാനെത്തിയവർ. അങ്ങനെ കള്ളങ്ങൾ ഓരോന്നായി പറഞ്ഞ് തടിയൂരാനുള്ള ശ്രമം. അതിന് കഴിയില്ലെന്ന് മനസ്സിലായ അവർ ഒടുവിൽ തനിരൂപം കാട്ടിത്തുടങ്ങി. ഒടുവിൽ വഴക്കായി. പിന്നാലെ ഉന്തും തള്ളും. വാക്കേറ്റം സംഘർഷത്തിലെത്തിയതോടെ പോലീസിനെ വിളിക്കാമെന്ന് നാട്ടുകാരിൽ ചിലർ. പ്രായം പരിഗണിച്ച് താക്കീത് നൽകി ഇവരെ ഓടിക്കാമെന്ന് മറ്റു ചിലർ. സംഘർഷാവസ്ഥ ഉയർന്നതോടെ ഞങ്ങൾ നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. അടുത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ സ്ഥലത്തെത്തി. പോലീസിനെ കണ്ടതും ശല്യക്കാർ പിന്നിലേക്ക് മറയാൻ തുടങ്ങി. നാട്ടുകാർ കൈയോടെ പിടികൂടിയ ഇവരെ താക്കീത് നൽകി പറഞ്ഞുവിട്ടാൽ മതി എന്ന അഭിപ്രായം ഏവരും ശരിവെച്ചു. നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ഇവരെ ഓടിച്ചു. അപ്പോഴും അവരിൽ ചിലരുടെ ചോരത്തിളപ്പ് അവസാനിച്ചിരുന്നില്ല. പക്ഷേ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ആ പ്രതിഷേധം അപകടമാണെന്ന് മനസ്സിലാക്കി ഒടുവിൽ അവർ സ്ഥലം വിട്ടു. ഇതിനകം ബാലരാമപുരം ഭാഗത്തു നിന്ന് നെല്ലിമൂട്ടിലേക്ക് വന്ന 30ഓളം ബൈക്കുകൾ നാട്ടുകാർ സംഘടിച്ചതെറിഞ്ഞ് പാതിവഴിയിൽ മടങ്ങിയതായും ചില യാത്രക്കാർ പറഞ്ഞു. സ്ഥിരമായി പോലീസിനെ നിർത്തി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 2 പോലീസെങ്കിലും ഡ്യൂട്ടിക്ക് ജംഗ്ഷനിൽ ഇട്ടിരുന്നെങ്കിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമായിരുന്നു. നാട്ടുകാരായിട്ട് അടി നടന്നു, കടക്കാരുമായിട്ട് അടിയുണ്ടായി ഈ പിള്ളേര്. അത് മാത്രമല്ല, ഇപ്പൊ തൊട്ടടുത്ത് അമണാവഴി ജംഗ്ഷനിൽ പോലും ഹോംഗാർഡിനെ നടത്തിയിട്ടുണ്ട്. ജംഗ്ഷനിൽ ഏതെങ്കിലും 2 പേരെ ഈ സമയത്ത് നടത്തിയിരുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. പഠിക്കാനെത്തുന്ന പെൺകുട്ടികളെ വലവീശി പിടിക്കാൻ ഇത്തരക്കാരെ അനുവദിക്കരുത്. കേരളത്തിൽ തുടർക്കഥയാകുന്ന ഇത്തരം വാർത്തകൾക്ക് അറുതി വരുത്താൻ അച്ഛനമ്മമാരും അധ്യാപകരും നാട്ടുകാരും കൂട്ടായി ശ്രമിക്കണം. സാമൂഹ്യ സംഘടനകളുടെയും
അധ്യാപകരുടെയും സ്കൂൾ അധികൃതരുടെയും രക്ഷാകർത്താക്കളുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടും സ്കൂളുകളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നടത്തേണ്ടിയിരിക്കുന്ന കൗൺസിലറുകളുടെ സഹായത്തോടും കൂടി നമ്മുടെ നിരപരാധികളായ നിഷ്കളങ്കരായ നിസ്സഹായരായ കുഞ്ഞുങ്ങളെ ഇമാതിരി വഴിപിഴച്ച പോക്കിൽ നിന്നും പിന്തിരിപ്പിക്കാനും സാമൂഹ്യ ജീവിതത്തിൽ അവർക്ക് നല്ല രീതിയിൽ ഉയർന്നു വരുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാനും ഈ കൂട്ടായ പ്രവർത്തനം കൊണ്ട് സാധിക്കും. തങ്ങളുടെ കുട്ടികളുടെ മേൽ എപ്പോഴും ശ്രദ്ധ വയ്ക്കണം. അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വിപത്തുകളുടെ തുടക്കമാണെന്ന് തിരിച്ചറിയണം. അപകടം സദാ നമ്മുടെ പെൺമക്കളെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. കഴുകൻ കണ്ണുകളുമായി വട്ടമിടുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെ കയ്യിൽപ്പെടാതെ പെൺമക്കളെ സംരക്ഷിക്കാൻ മാതാപിതാക്കളും അധ്യാപകരും കൂടുതൽ ശ്രദ്ധ വെച്ചേ മതിയാവൂ. ജാഗ്രത, നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരല്ല. എന്റെ വാർത്തയിൽ ഒരു ചെറിയ ഇടവേള കൂടി.